എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ജൂനിയർ എക്സാമിന് പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. അമ്മ ഹിനട്ടയും അവന്റെ അനിയത്തി ഹീമാവരിയും അവർ രണ്ടുപേരും അവന് ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ കൊടുത്ത് ഇപ്പൊ പുറത്തേക്ക് പറഞ്ഞയക്കും. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സാറടയും മീറ്റ്സുകയും അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ബൊറൂട്ടോയ്ക്ക് അവനാണെങ്കിൽ ഒരുപാട് ടെൻഷനും അതുപോലെ തന്നെ വിഷമവും ഉണ്ട്. കാരണം അവന്റെ കയ്യില് ആ നിഞ്ച ടൂളുണ്ട്. അതുപയോഗിച്ചാണ് പല കാര്യങ്ങളും ചെയ്യാൻ അവൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം അവർ മൂന്ന് പേരും ചേർന്ന് ഇപ്പോ എക്സാം നടക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടേക്ക് ഇപ്പൊ എത്തിയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിനെയൊക്കെ കണ്ട് അവർ വണ്ടർ അടിക്കും. മെറ്റല്ലി പറയും, ഞാൻ നന്നായിട്ട് ട്രെയിനിങ് എടുത്തു, ഉറപ്പായിട്ടും ഞാൻ തകർക്കും. പക്ഷെ ഇത്ര ആൾക്കാരെ കാണുമ്പോൾ എനിക്കെന്തോ നെർവസ് ആവുന്നു പറഞ്ഞ് അവൻ പേടിക്കാൻ തുടങ്ങും. ഷിക്കടയാണെങ്കിൽ കൈയും കാലൊക്കെ വീശി വമ്പൻ ആക്ഷനൊക്കെ ഇടും. അപ്പൊ സാറട പറയും, ഒരുപാട് വില്ലേജിൽ നിന്ന് നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതാണ് മിസ്റ്റ് വില്ലേജിൽ നിന്ന് വന്ന മൂന്ന് പേര്. അവര് മൂന്ന് പേരും ട്രിബിൾസ് ആണ്. അവർക്ക് ഭയങ്കര പവറാണ്. മെറ്റല്ലി ആണെങ്കിൽ ഇവാബയോട് ചോദിക്കും, വന്നതിൽ വെച്ച് ഏറ്റവും ടെററായിട്ടുള്ള ടീം അതേതാണ്? ഇവാബയാണെങ്കിൽ ഇപ്പൊ സ്റ്റോൺ വില്ലേജിലുള്ള ഒരു ടീമിനെ കാണിച്ചു കൊടുക്കും. അവരുടെ ലുക്കും ഭാവവും ഒക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയാവും. അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ നിസ്സാരക്കാരല്ല, നല്ല പവറുള്ള ഒരുപാട് സ്കില്ലൊക്കെയുള്ള സ്റ്റുഡൻസ് തന്നെയാണ്. അവരുടെ നിഞ്ച ആർട്ട് അതെന്താണെന്ന് പോലും ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു കാരണവശാലും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് മെറ്റല്ലി പറയും. പക്ഷെ ബൊറൂട്ടോയ്ക്ക് മാത്രം ഒരു കുലുക്കവും. ഇവരൊക്കെ എന്ത് നമ്മുടെ പവറിന് മുൻപിൽ ഇവരൊന്നുമല്ല. അപ്പോഴായിരിക്കും അവിടേക്ക് ഗാരയുടെ വളർത്തുമകൻ അവൻ കടന്നു വരിക. അവൻ ബൊറൂട്ടോയെ കണ്ട് ബൊറൂട്ടോയെ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. ഓ, ഇതാണല്ലേ ഹൊക്കാഗയുടെ മകൻ ബൊറൂട്ടോ. അപ്പൊ ഇവന്റെ പപ്പയാണ് എന്റെ പപ്പയെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ടീംമേറ്റ്സിനെയും കൂട്ടി ഓപ്പണിംഗ് സെറമണിക്ക് വേണ്ടി പോകും. ഉടനെ ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ സ്റ്റേജിൽ നിന്ന് ഓപ്പണിംഗ് സ്പീച്ച് ആരംഭിക്കും. ഷിക്കമരു പറയും, ആദ്യമായിട്ടാണ് 5 വില്ലേജിലെ സ്റ്റുഡൻസ് ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് എത്തിയ എല്ലാ വില്ലേജിലെ സ്റ്റുഡൻസിനെയും ആദ്യം തന്നെ ഞാൻ വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ അവർക്ക് കൺഗ്രാജുലേഷൻസും ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോ ഗ്രാമത്തിലുള്ള എല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. സോ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ എക്സാം ആരംഭിക്കുക. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, ട്രെയിനിങ് എടുക്കാം. ഷിക്കമരു ഉടനെ അത്രയും പറഞ്ഞ് കുട്ടികളെ നോക്കും. പക്ഷെ അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവിടെ ഷിക്കടയും ചോച്ചൊക്കെ ആണെങ്കിൽ ഒക്കെ തിന്ന് അങ്ങനെ ക്യാഷ്വലായിട്ട് നിൽക്കുകയാണ്. ഷിക്കമരുവിനാണെങ്കിൽ വലിയ ഡിസപ്പോയിൻമെന്റ് ആവും. അവനോടൻ തന്നെ ആ ഒരു അസംബ്ലി അത് പിരിച്ചുവിടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് റെസ്റ്റോറന്റിലേക്ക് വന്ന് ബർഗർ കഴിക്കാണ്. അപ്പൊ ക്ലൗഡ് വില്ലേജിലെ 2-3 സ്റ്റുഡൻസ് ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അവര് പറയും, നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് മാറിയിരിക്കണം. ഞങ്ങൾ മൊത്തം 3 പേരുണ്ട്. സോ ഞങ്ങൾക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഉടനെ ബൊറൂട്ടോ, അയ്യോ ഇല്ല, ഞങ്ങൾ ആക്ച്വലി 3 പേരുണ്ട്, 3ാമത്തെ ആള് ഇപ്പൊ എത്തും. പക്ഷെ അവരാണെങ്കിൽ വിടില്ല. നിങ്ങളിപ്പോ 2 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഇപ്പൊ തന്നെ ഇവിടെ എഴുന്നേറ്റ് മാറണമെന്ന് പറഞ്ഞ് അവരിൽ ഒരുത്തനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ അടിക്കാനായിട്ട് വരികയാണ്. അപ്പൊ വീഴാണ് ഒരു കൈ അവന്റെ പുറത്ത്. ഇത് മറ്റാരുമല്ല, സാക്ഷാൽ മീറ്റ്സിക പറയും ബൊറൂട്ടോ പറഞ്ഞ 3ാമൻ അത് ഞാനാണ് മീറ്റ്സിക. അതെന്റെ സീറ്റാണെന്ന് പറഞ്ഞ് മീറ്റ്സിക അവനെ പിടിച്ചു വലിച്ച് ദൂരേക്ക് മാറ്റി നിർത്തി ആ സീറ്റിലിരിക്കുകയാണ്. ഉടനെ അതിലൊരുത്തൻ ഇപ്പൊ ബൊറൂട്ടോ ഇടിക്കാനായിട്ട് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും ആരയുടെ മകൻ സിനിക്കി അവനിപ്പോ സാൻഡ് വെച്ച് അവര് 2 പേരെ ലോക്ക് ചെയ്ത് 2 ഭാഗത്തേക്ക് മാറ്റും. നിർത്തിനടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇവിടെ കിടന്ന് ആരും അടികൂടാനായിട്ട് പാടില്ല. അത് അവരുടെ സീറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിരിക്കണം. അത് കേൾക്കേണ്ട താമസം അവർ 3 പേരും അവിടുന്ന് കടന്നു പോവും. സാറുടെ ഉടനെ അവരെ നോക്കി പറയും, സിങ്കി താങ്ക് യു സോ മച്ച്. ഉടനെ അവനും ക്യാഷ്വലായിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ബൊറൂട്ടോ വണ്ടടിച്ച് ചോദിക്കും, നിനക്ക് അവനെ അറിയോ? അവൻ ആരാണ്? അവനാണ് സാക്ഷാൽ ഷിങ്കി, സാൻഡ് വില്ലേജിലെ ഗാരയുടെ വളർത്തുമകൻ. മെയ്സിയയ്ക്കാണെങ്കിൽ അത് കേട്ട് അത്ഭുതാവും. വാവ്, ബൊറൂട്ടോ ഏകദേശം നിന്നെ പോലെ തന്നെയാണ് അവനും. അവൻ കസികാഗയുടെ മകനാണ്. അവനും നല്ല പവറും എബിലിറ്റിയൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ എക്സാം സ്റ്റാർട്ടാവും. അപ്പോ ചോച്ചിറോ ആണെങ്കിൽ ബൊറൂട്ടോയെ കാണാൻ അവന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം വളരെ കാര്യമായിട്ടും സ്നേഹത്തോടും കൂടെ ബൊറൂട്ടോയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഫിജികാഗെ ആളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഡാറുകയാണെങ്കിൽ ഫിജികാഗയുടെ അടുത്തേക്ക് വന്ന് എക്സാമിനെ കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കും. ഡാറുകയാണെങ്കിൽ ആ സ്റ്റുഡൻസിനെ മുഴുവൻ നോക്കുകയാണ്. ഇത്തവണത്തെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ സ്മാർട്ടാണ്. സോ തീർച്ചയായിട്ടും
നല്ല കപ്പാസിറ്റിയുള്ള ടാലന്റുള്ള ഷിനോബികളെ നമുക്ക് ഇവരിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതേസമയം ചോച്ചിറോയും സായിയും അവർ രണ്ടുപേരും ഇപ്പൊ എക്സാം നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരും. സായി ആണെങ്കിൽ ഇപ്പൊ എക്സാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റുഡൻസിനോട് പറയാൻ തുടങ്ങും. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് എക്സാം അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ റൗണ്ട് 1 അതെന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് എക്സാം ക്വീൻസ് പോട്ടിയാണ്. അതിവിടെ വെച്ചല്ല, ഇവിടെ നിന്നും 20 കിലോമീറ്റർ മാറിയാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുള്ളത്. ഈ ഒരു എക്സാം അത് വളരെ എളുപ്പമാണ്. 1 മണിക്കൂറിനുള്ളിൽ എല്ലാ ഷിനോബികളും ആ ഒരു സ്പോട്ടിലേക്ക് വരണം. 1 മണിക്കൂറിൽ കറക്റ്റ് ആയിട്ട് ആരൊക്കെ എത്തുന്നോ അവർക്ക് മാത്രമായിരിക്കും എക്സാം എഴുതാനായിട്ട് സാധിക്കുക. സായി ആണെങ്കിൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അത് കാണേണ്ട താമസം ഷിങ്കിയും ടീമും അവിടുന്ന് ഉഷാറായിട്ട് ഓടും. ബൊറൂട്ടോ ആ ടൈമറിലേക്ക് സൂക്ഷിച്ചു നോക്കും, അത് ഓൾറെഡി സ്റ്റാർട്ടായി. ബൊറൂട്ടോ ആ ടൈമറിലേക്ക് സൂക്ഷിച്ചു നോക്കും, അത് ഓൾറെഡി സ്റ്റാർട്ടായി. സാറടാ മീറ്റ്സുകി കമോൺ കമോൺ, ടൈം സ്റ്റാർട്ടായി എന്ന് പറഞ്ഞ് അവരും ഇപ്പൊ ചാടി ഓടും. ഉടനെ സായ് അവനും ഒരു ബേർഡിനെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പുറത്ത് കയറി സ്റ്റുഡൻസിന്റെ പിന്നാലെ പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ സ്റ്റുഡൻസിനെ കാണിക്കും. അവരെല്ലാവരും ഇപ്പൊ ഒരു കാട്ടിലൂടെ സ്പീഡിൽ ഓടുകയാണ്. അപ്പോഴായിരിക്കും സാക്ഷാൽ 10 അവള് രൂപമൊക്കെ മാറി ഒരു മരത്തിന്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. സ്റ്റുഡൻസ്, ഒരു കാരണവശാലും അത്ര എളുപ്പത്തില് ഈ ഒരു മിഷൻ ഞാൻ നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വിടില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ എന്തൊക്കെയോ കാര്യമായിട്ട് ആസൂത്രണം ചെയ്യാണ്. അപ്പോഴായിരിക്കും സ്റ്റുഡൻസ് അവർക്ക് മനസ്സിലാവുക അവിടെ മുഴുവൻ ഒരുപാട് ട്രാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കുറച്ചു പേര് ഇപ്പൊ ചില കുഴികളിലൊക്കെ ചെന്ന് വീഴും. കുറച്ചു പേരാണെങ്കിൽ ഒരു നെറ്റിൽ ലോക്കാവും. മറ്റു ചിലര് ഒരു മരക്കട്ടയിലൊക്കെ ചെന്നിടിച്ച് തെറിച്ചുപോയി ബോധം കെട്ടുകിടക്കും. ഉടനെ മറ്റൊരു ടീം ഇപ്പൊ സ്റ്റുഡൻസുകളെ എല്ലാവരെയും അവരുടെ ഗെഞ്ചിപ്സ് ഒക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാണ്. ഇവാബയാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഇവാബ പറയും, ഒരുപാട് ടീംസിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഇറക്കിയിട്ടുണ്ട്, സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഉടനെ ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും ഓരോരോ ട്രാപ്പായിട്ട് അങ്ങനെ തകർക്കാണ്. മരത്തിലൊക്കെ ചാടിക്കയറി അവരങ്ങനെ ഫുൾ ഫോഴ്സിൽ അങ്ങനെ എടുത്ത് ചാടുകയാണ്. അതിനുശേഷം ഷുരീങ്ങനൊക്കെ ഉപയോഗിച്ച് ഓരോരോ ട്രാപ്പുകളായിട്ട് അവർ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടേയിരിക്കും. ഉടനെ 10 ആണെങ്കിൽ ഇപ്പോൾ ഒരു ടൈജിപ്സ് ഉപയോഗിച്ച് ഗാരയുടെ മകനെയും ടീമിനെയും ബ്ലോക്ക് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് തകർത്ത് കളഞ്ഞ് മുൻപോട്ട് പോകും. അതിനുശേഷം സ്റ്റോൺ വില്ലേജിലെ ഒരു ടീമിനെ കാണിക്കും. അവർക്കാണെങ്കിൽ അവിടെയുള്ള ഏറ്റവും വലിയ ട്രാപ്പ് പോലും ഒരു ട്രാപ്പേ അല്ല. വളരെ എളുപ്പത്തിലാണ് അതെല്ലാം തന്നെ അവർ കണ്ടെത്തുന്നത്. കട്ട് ചെയ്ത ആ ട്രിപ്പിൾസ് അവർ 3 പേരും കമ്പൈനായിട്ട് നിന്ന് അവർക്ക് നേരെ വരുന്ന ഒബ്സ്റ്റാക്കിൾസ് എല്ലാം തന്നെ അങ്ങനെ തരണം ചെയ്ത് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഒരു ബാറ്റിൽ പ്ലേസിലേക്ക് കറക്റ്റായിട്ട് എത്തിയിരിക്കുകയാണ്. ഉടനെ ഷിക്കമരുവും സായും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ഒരു കർട്ടൻ വലിച്ചു മാറ്റും. ഉടനെ ഒരു കർട്ടനിൽ 0 എന്നും മറ്റൊന്നില് ഇൻഡു മാർക്കും ഉണ്ടാവും. ഷിക്കമരു പറയും, ഞങ്ങൾ നിങ്ങളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങൾ റിപ്ലൈ തരണം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റ് ആണെങ്കിൽ ഓയുടെ അടുത്തേക്ക് മാറി നിൽക്കണം, അതല്ല അത് റോങ് ആണെങ്കിൽ ആ ഇൻഡുവിന്റെ അവിടേക്ക് നിൽക്കണം. നിങ്ങൾ ആരാണോ തെറ്റായ ആൻസർ പറയുന്നത് അവരുടെ ബോഡിയിലേക്ക് ഒരു ബ്ലാക്ക് കളർ വരും, അവരപ്പോൾ തന്നെ എവിക്റ്റ് ആവും. ഉടനെ എക്സാം സ്റ്റാർട്ട് ആവും. ഫസ്റ്റ് തന്നെ ഒരു ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സ്ക്രീനിൽ എഴുതി വരും. സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഈ ക്വസ്റ്റ്യൻ അതവർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം അതിനെക്കുറിച്ചും അവർക്ക് വലിയ പിടിയൊന്നുമില്ല. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ സാറയോട് ചോദിക്കും, നിനക്ക് ഈ ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിനവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പറയും, ഞാനിതിന്റെ 4th വോളിയം വരെ വായിച്ചിട്ടുള്ളൂ, ഇത് 5th വോളിയം ആണ്, ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അടുത്തായിട്ട് ബൊറൂട്ടോ അവൻ മീറ്റ്സികയോട് ചോദിക്കും. മീറ്റ്സിക ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം മീറ്റ്സികയും സാറുടെയും ബൊറൂട്ടോയും അവർ 3 പേരും ഒരുപാട് നേരം ആലോചിച്ച് ട്രൂ എന്ന ആൻസറിന്റെ അടുത്തേക്ക് പോവാണ്. സാൻഡ് വില്ലേജുകാരാണെങ്കിൽ റോങ് എന്ന ആൻസറിന്റെ അടുത്തേക്ക് പോവും. ഉടനെ 2 ടീം പറഞ്ഞ ഉത്തരവും തെറ്റി അവരിപ്പോ ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ 2 ആൻസറും റോങ് ആണോ? അപ്പൊ ആയിരിക്കും അവർ ചിന്തിക്കുക, തെറ്റുത്തരം ആര് പറയുന്നോ അവരുടെ ബോഡിയിൽ ബ്ലാക്ക് ഇങ്കാവും. കാര്യം പിടികിട്ടിയ മീറ്റ്സിക ഒരു കയറെടുത്ത് ഇപ്പോ സാറയ്ക്കും ബൊറൂട്ടോയ്ക്കും ഇട്ടുകൊടുക്കും. അവർ രണ്ടുപേരും ആ കയറിൽ പിടിക്കും. അവർ ജസ്റ്റ് മിസ്സിന് ആ ഇങ്കില് വീഴാതെ രക്ഷപ്പെടും. മറ്റൊരു ഭാഗത്ത് ഷിക്കട അവനാണെങ്കിൽ അവന്റെ ഷാഡോ പവർ അതുപയോഗിച്ചും ചോച്ചോയെയും ഈനോജിനെയും സേവ് ചെയ്യും. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ഫസ്റ്റ് മത്സരത്തിൽ ജയിച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഗാറയുടെ മകൻ അവനാണെങ്കിൽ സാൻഡ് ഉപയോഗിച്ച് അവന്റെ ടീംമേറ്റ്സിനെ സേവ് ചെയ്യും. ഉടനെ ഷിക്കമരു പറയും, ഈ ചോദ്യത്തില് ശരിയോ തെറ്റോ ഇല്ല, ആരാണ് എങ്കിലും വീഴാതിരിക്കുന്നത് അവരാണ്
ഈ ഒരു ഗെയിമിൽ ജയിക്കുക. ഉടനെ സായി പറയും ആരൊക്കെ ആ എങ്കില് വീണോ അവരൊക്കെ ഫെയിലാണ്, അല്ലാത്തവരെല്ലാവരും അടുത്ത എക്സാമിലേക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കമരു ആളിപ്പോ നറൂട്ടോയുടെ അടുത്തേക്ക് വരികയാണ്. നറൂട്ടോ കൺഗ്രാറ്റ്സ്, ബറൂട്ടോ ആൻഡ് ടീം അവരുടെ ഫസ്റ്റ് എക്സാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കിൽ വീട്ടിൽ വന്ന് കിടക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ ആ എക്സാമിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഒരു എക്യുപ്മെന്റ് അതിനെ എപ്പോഴായിരിക്കും ഞാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അവൻ അതിലേക്ക് തന്നെ നോക്കിയിരിക്കും. അപ്പോഴായിരിക്കും ബൊറൂട്ടോയ്ക്ക് എന്തോ ഒരു മെസ്സേജ് വരിക. അവനത് ഓപ്പൺ ചെയ്ത് നോക്കും. അത് നറൂട്ടോ അയച്ച ഒരു മെസ്സേജ് ആണ്. അവൻ ഫസ്റ്റ് എക്സാമിൽ പാസ്സായതിന് അവനെ വിഷ് ചെയ്ത് കൺഗ്രാജുലേറ്റ് ചെയ്ത് അയച്ച ഒരു മെസ്സേജ് ആണ്. പക്ഷെ ബൊറൂട്ടോയ്ക്ക് അപ്പോഴും ഒരുപാട് വിഷമം തന്നെയായിരിക്കും. അവനിപ്പോ വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.